അങ്ങനെ സദ്യയെല്ലാം കഴിഞ്ഞ് പിരിഞ്ഞു പോകാൻ നേരം ആയപ്പോൾ എന്താ ചെയ്തെന്നോ, ഖുറൈശി നേതാക്കൾ അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കുകയാണ്, പാരമ്പര്യ നാമങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു പേര് ഈ കുട്ടിക്ക് നൽകാനുണ്ടായ കാരണം എന്താണ്? അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ മറുപടി എന്താണ്? കൊണ്ടുപോയിന്ന് സന്തോഷത്തോടെ കുഞ്ഞിനൊക്കെ വാരിയെടുത്തുകാണ്ട് ഇവിടെ സ്നേഹിച്ചുകാണ്ട് ഇങ്ങനെ നന്നായി ഇതാക്കിക്കാണ്ട് പിന്നെ കബയിലേക്ക് കൊണ്ടുപോയി. പിന്നെ അപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ മറുപടി ഇങ്ങനെ: ഈ കുട്ടിക്ക് ഭൂമി ലോകത്തും സ്വർഗ്ഗലോകത്തുമൊക്കെ സ്തുതിക്കപ്പെട്ടവനാവാൻ വേണ്ടിയാണ്. അലൈക്കും. ജിബി നിന്നാനുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖാണ് എന്ന് വിചാരിക്കുന്നു. ഞാനും കുട്ടികളൊക്കെ ഇവിടെ സുഖമായിട്ട് പോകുന്നു, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പോൾ ഞാനും ജിബി ഇന്ന് എന്തിനാ വന്നത് വെച്ചാല് നമ്മുടെ തിരുനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോറി പറയാനാണ് കേട്ടോ. അപ്പൊ സ്റ്റോറി ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അന്ന് എന്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ജന്നത്ത് എന്തൊക്കെ അത്ഭുതങ്ങളാ സംഭവിച്ചത്, അന്ന് ആമിന ബീവിക്ക് പ്രസവിച്ചപ്പോ എന്തൊക്കെ വന്നു, അങ്ങനെയൊക്കെയുള്ള ഓരോ കഥകൾ, എന്തൊക്കെ അത്ഭുതങ്ങളും മാറ്റങ്ങളും കുട്ടിക്ക് എന്തൊക്കെ മാറ്റം വന്നതൊക്കെ പറയാനായിട്ടാണ് വന്നത്. അപ്പൊ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയതുമായിട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെടുത്തോ. അപ്പൊ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ, ഇതിൽ വെച്ച് സ്കിപ്പ് ചെയ്ത് പോകരുത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് വിടാനും ഒന്നും മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇത് പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന് കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിലേക്ക് ഒന്ന് പോയോക്കട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാകും കേട്ടോ. അപ്പൊ എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാൻ കേട്ടോ. അപ്പൊ അറിയുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കാം. കുട്ടികൾക്ക് ഇങ്ങനത്തെ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടക്കാരം. അപ്പൊ കുട്ടികളൊക്കെ ഒന്ന് ഇങ്ങനത്തെ പ്രവാചക ചരിത്രമൊക്കെ ഒന്ന് പറഞ്ഞെടുത്ത് മനസ്സിലാക്കി കൊടുക്കുക. ഏതായാലും ഞാൻ വലിച്ചു നീക്കി സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് സ്റ്റോറിയിലേക്ക് പോകട്ടോ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം. അപ്പോൾ അതാ അബ്ദുള്ള മരിക്കുമ്പോൾ ആമിന ബീവി റളിയല്ലാഹു അൻഹക്ക് എത്ര മാസമാണ് നബിനെ ഗർഭം ഉള്ളത്? ആകെ 2 മാസം കേട്ടോ. 2 മാസം ഗർഭമായിരുന്നു. ഗർഭം ധരിച്ചതിന് ശേഷമുള്ള ഓരോ മാസവും ഓരോ നബിമാർ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത്
വരികയും പിന്നെ ഈ ഒരു സമുദായത്തിൻ്റെ നായകനെയാണ് ഇനി ഗർഭം ചുമക്കുന്നത് എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും കുഞ്ഞിന് മുഹമ്മദ് എന്ന നാമകരണം ചെയ്യണമെന്നും അസൂയാലുക്കളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് കാവൽ ചോദിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ ക്രിസ്താബ്ദം 571 ഏപ്രിൽ 20 തിങ്കളാഴ്ച പ്രഭാത സമയത്ത് സന്തോഷം നിറഞ്ഞ അങ്ങനെ തോരണ പൂക്കളേന്തി ആമിന റളിയല്ലാഹു അൻഹ ഒരു അതുല്യ ബാലനു ജന്മം നൽകി. പിന്നെ പ്രസവ സമയത്ത് വേണ്ട ശുശ്രൂഷകളൊക്കെ നൽകിയത് പിന്നെ ആരൊക്കെയാണെന്നൊക്കെ നോക്കട്ടോ. അപ്പോൾ പിന്നെ ഫിർഔനിൻ്റെ ഭാര്യ പ്രസവ സമയത്ത് ഫിർഔനിൻ്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹയും ഇമ്രാൻ്റെ പുത്രി മറിയം റളിയല്ലാഹു അൻഹ എന്നിവർ ആമിന റളിയല്ലാഹു അൻഹയുടെ അരികിൽ വരികയും വേണ്ട ശുശ്രൂഷകൾ ചെയ്യുകയും. പ്രസവിച്ച ഉടൻ തന്നെ കുട്ടിക്ക് എന്തൊക്കെ അത്ഭുതമായിട്ട് ഇങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളുണ്ട്. എന്തൊക്കെ വെച്ചാൽ പ്രസവിച്ച ഉടൻ തന്നെ ശരീരത്തിൽ എണ്ണ പുരട്ടിയതായും കണ്ണിൽ സുറുമ ഇടപ്പെട്ടതായും ചേലാകർമ്മം ചെയ്യപ്പെട്ടതായും കാണപ്പെട്ടു. പിന്നെ 2 കൈകളും നിലംകുത്തി തല ഉയർത്തിപ്പിടിച്ചു കൊണ്ടാണ് കുട്ടിയുടെ കിടപ്പ്. കുട്ടിയെ കണ്ടവരെല്ലാം തന്നെ ഇതൊരു അത്ഭുത ശിശുവാണെന്ന് അഭിപ്രായപ്പെട്ടു. അങ്ങനെ നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ധാരാളം അസാധാരണ സംഭവങ്ങൾക്ക് ലോകം സാക്ഷിയായി. പേർഷ്യയിലെ ലോകം സാക്ഷിയായതൊക്കെയാണ് ഇപ്പോൾ ഈ പറയുന്നത് കേട്ടോ. ഈ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണമെന്നില്ല കേട്ടോളി. പേർഷ്യയിലെ നൂറ്റാണ്ടുകളോളം കത്തിക്കൊണ്ടിരുന്നതും അവിടെയുള്ള ജനത സാഷ്ടാംഗം ചെയ്തിരുന്നതുമായ അഗ്നികുണ്ഡത്തിലെ തീനാളങ്ങൾ കെട്ടടങ്ങി. കിസ്രയുടെ കൊട്ടാരം പൊളിഞ്ഞു. ഫലസ്തീനിലെ സാവ തടാകം വരണ്ടു. ജലദേവത മരിച്ചു. ക്ഷേത്രത്തിലെ സർവ്വ ബിംബങ്ങളും തല കീഴായി മറിഞ്ഞു. ഇത് കണ്ട അറേബ്യ നടുങ്ങി. അത്ഭുതചിതരായ ജനങ്ങൾ കാണുന്നവരോടൊക്കെ ഇതിനുള്ള കാരണം തിരക്കി. അപ്പോൾ പിന്നെ താമസിയാതെ മക്കയിലെ അബ്ദുള്ള ആമിന ദമ്പതികളുടെ സന്താനമായി ജനിച്ച ഒരു അത്ഭുത ശിശുവിനെ കുറിച്ചുള്ള വാർത്ത അവരുടെ ശ്രവണപുടങ്ങളിലും എത്തി. അന്ന് എല്ലാവരുടെയും മുഖത്ത് സന്തോഷം തെളിഞ്ഞു കാണാമായിരുന്നു. പിന്നെ പ്രസവിച്ച വിവരം അറിഞ്ഞയുടൻ അബ്ദുൽ മുത്തലിബ് ഓടിയെത്തി. സന്തോഷം കുഞ്ഞിനെ വാരിയെടുത്ത് കഅബയിലേക്ക് കൊണ്ടുപോയി. തനിക്ക് കനിഞ്ഞേകിയ തങ്കക്കുടത്തിൻ്റെ സംതൃപ്തിയിൽ പ്രാർത്ഥനയിൽ മുഴുകി. അദ്ദേഹം ഒരു കവിത ആലപിച്ചു. അത് ഇങ്ങനെ സംഗ്രഹിക്കാം. അപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാൽ നബിൻ്റെ ഉപ്പട്ടോ. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പം അങ്ങനെ കഅബയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിന്ന് സന്തോഷത്തോടെ കുഞ്ഞിനൊക്കെ വാരിയെടുത്തുകൊണ്ട് ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ട് ഇങ്ങനെ നന്നായി ഇതാക്കിയാണ്ട് പിന്നെ കഅബയിലേക്ക് കൊണ്ടുപോയി. പിന്നെ അദ്ദേഹം സന്തോഷത്തിന് ഒരു കവിത ആലപിച്ചു. അപ്പോൾ ആ കവിതയൊക്കെ നമുക്ക് എങ്ങനെ നോക്കാം. അപ്പോൾ കവിതൻ്റെ രീതിയൊന്നും എനിക്കറിയില്ല കേട്ടോ, എങ്ങനെ ചെല്ലേണ്ടതെന്നൊന്നും. അപ്പം ഇൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. പട്ടിന് തുല്യമായ അയകേറിയ തങ്കക്കുടത്തെ കനിഞ്ഞേകിയ അള്ളാഹുവിന് സർവ്വസ്ഥിതിയും. ശൈശവദശയിൽ തന്നെ ഇവൻ നേതൃപദവിയിലെത്തി. തൂണുകളെ കൊണ്ടലങ്കൃതമായ കഅബയുടെ അടുത്ത് നിന്നുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാൻ അഭയം തേടുന്നു. ഇവൻ നല്ല നിലയിൽ വളർന്നു വരുന്നത് കാണാൻ എനിക്ക് അതിയായ മോഹമുണ്ട്. എല്ലാവിധ ഉപദ്രവകാരികളിൽ നിന്നും ഹൃദയം ചാഞ്ചാടുന്ന അസൂയാലുക്കളിൽ നിന്നുമൊക്കെ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാൻ അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്നു. കേട്ടല്ലോ. അപ്പം ഇനി കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ റിവേഴ്സ് അടിച്ചു പോയിക്കോളിട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് അബ്ദുൽ മുത്തലിബ് പിന്നെ കുഞ്ഞിനെ മാതാവായ ആമിന ബീവിക്കെന്നെ തിരിച്ചേൽപ്പിച്ചു. പിന്നെ 7-ാം ദിവസം എന്ത് ചെയ്തു, അക്കീക്ക അറുത്തു. നമ്മൾ അങ്ങനെ കുട്ടി ജനിച്ചാൽ സാധാരണ അക്കീക്ക അറക്കൂലേ, 7-ന് 15-ന് അങ്ങനെയൊക്കെ അറക്കൂലേ, അങ്ങനെ അറുത്തു. 7-ാം ദിവസം തന്നെ അക്കീക്ക അറുത്തു. അപ്പോൾ കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേരിടുകയും ചെയ്തു. ശേഷം ഗംഭീരമായ സദ്യയൊരുക്കി. ഇന്ന് സദ്യയൊക്കെ ഉണ്ടാവുമല്ലോ, ഇന്നിപ്പോൾ കഴിയുന്നവർക്ക് അറക്കും, കഴിയാത്തവർക്ക് അറക്കൂല എന്നൊക്കെ തീരാണല്ലോ. അപ്പോൾ അന്ന് ഇങ്ങനെ സദ്യക്ക് ഒരുക്കി എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ ഖുറൈശി നേതാക്കളടക്കം നിരവധി ആളുകൾ പങ്കെടുത്ത ഒരു സദ്യ ഉണ്ടത്. നല്ല പടകൂറ്റൻ സദ്യ എന്നൊക്കെ പറയാം, അങ്ങനെയാണിത്. അങ്ങനെ സദ്യയെല്ലാം കഴിഞ്ഞ് പിരിഞ്ഞു പോകാൻ നേരം ആയപ്പോൾ എന്താ ചെയ്തെന്നോ, ഖുറൈശി നേതാക്കൾ അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കുകയാണ്, പാരമ്പര്യ നാമങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു പേര് ഈ കുട്ടിക്ക് നൽകാനുണ്ടായ കാരണം എന്താണ്? അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ മറുപടി എന്താണ്? അപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ മറുപടി ഇങ്ങനെ: ഈ കുട്ടിക്ക് ഭൂമി ലോകത്തും സ്വർഗ്ഗലോകത്തുമൊക്കെ സ്തുതിക്കപ്പെട്ടവനാവാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോറി ഇവിടെ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയും കണ്ടവരാണെങ്കിൽ വീഡിയോക്ക് സബ്സ്ക്രൈബ് കൊടുക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് വിടാനൊന്നും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കണ്ടവരാണെങ്കിൽ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക,
ഇഷ്ടമാണെങ്കിൽ കേട്ടോ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഇത് പ്രസ് ചെയ്യുക, അതിൽ ഓളെന്നും കൂടി അനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങളിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. അപ്പം നിങ്ങളുടെ ഫോണിലേക്ക് ചാനൽ നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് ലഭിക്കും. അതിന് തന്നെയാണ് സബ്സ്ക്രൈബും ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു സ്റ്റോറിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഇൻഷാ അല്ലാ. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.